ആലപ്പുഴയിൽ ആര് ജയിക്കുമെന്ന് വ്യക്തമായിട്ട് ആർക്കും പറയാൻ സാധിക്കില്ല. 3 കൂട്ടർക്കും പറയാൻ സാധിക്കുന്നത്. എന്ത് പറഞ്ഞാലും ചിലപ്പോൾ ശോഭ 2ാം സ്ഥാനത്തെത്താൻ സാധ്യതയാണ്. 1ാം സ്ഥാനത്ത് അല്ലെങ്കിൽ 2ാം സ്ഥാനം. എൻ്റെ അഭിപ്രായം ഇതാ. ഇന്ത്യ മുന്നണി ആണ് നമ്മുടെ പ്രതീക്ഷ. അത് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരാനാണ് സാധ്യത. കാരണം ഇവിടെ ജനങ്ങൾക്ക് സ്വസ്ഥവും സുസ്ഥിരവുമായ ഒരു ജീവിതം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഇന്ത്യ മുന്നണി തന്നെ നടത്തിയ കേന്ദ്രത്തിൽ BJP വരണമെന്ന് നമുക്ക് വന്നാലും നമുക്ക് യാതൊരു വിരോധമില്ല. കാരണം എന്താ പറയുക, BJP വന്നാലും പക്ഷേ മനുഷ്യനെ തിരിച്ചറിയുന്നു, അതായത് വർഗീയതയില്ലാത്ത ഒരു പ്രസ്ഥാനത്തിൻ്റെ ഒരു വലിയ നേതാവായി വരികയാണെങ്കിൽ അവർ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാണ്. നരേന്ദ്രമോദി എന്ന് പറയുന്നത് തീർത്തും വർഗീയവാദിയാണ്. അതായത് മനുഷ്യരെ തിരിച്ചറിയാത്തതാണ്. നമ്മളെല്ലാവരും ഈ രാജ്യത്ത് ജീവിക്കുന്നവരാണ്. മനുഷ്യത്വപരമായ നാളെ നമ്മൾ തിരിച്ചറിയണം. എന്നെ നിങ്ങളും അംഗീകരിക്കണം, ഞാൻ നിങ്ങളെ അംഗീകരിക്കണം. ഇതാണ് മനുഷ്യത്വം. അങ്ങനെ മനുഷ്യത്വമുള്ള ഒരു ഭരണകൂടം ഇന്ത്യയിൽ വരാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അല്ലാതെ നരേന്ദ്രമോദി പോയിട്ട് മറ്റൊരു ഗവൺമെൻറ് ഒന്നും ആഗ്രഹിക്കുകയല്ല. അടൽ ബിഹാരി വാജ്പേയിയെ പോലുള്ള ഒരു നല്ല ജനകീയരായ ഒരു നേതാവുണ്ടായിരുന്നു. അദ്ദേഹമൊക്കെ നിന്നിരുന്നെങ്കിൽ ജനങ്ങൾ അദ്ദേഹത്തെ എല്ലാം മറന്ന് വോട്ട് ചെയ്യുമായിരുന്നു. ഇത് നരേന്ദ്രമോദി, അമിത്ഷാ എന്ന് പറയുന്നത് ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ വർഗീയവാദിയാണ്. അതായത് ഗാന്ധിജിയുടെ ചരിത്രം പോലും അറിയാത്ത ഒരാളാണ് ഇന്ത്യയിലെ പ്രധാനമന്ത്രിയായിട്ടിരിക്കുന്നവർ. ഇതേപ്പറ്റി എന്ത് അപജയമാണല്ലോ. അതായത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ അല്ലെങ്കിൽ ഗാന്ധിജി അറിയാത്ത ഒരു നരേന്ദ്രമോദി എന്ന് പറയുമ്പോൾ എന്താണ് അത് സിനിമയിൽ കൂടെ കണ്ട് പരിചയപ്പെട്ടു എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ എന്ത് വിദ്യാഭ്യാസം ഉണ്ടെന്നുള്ളതിനെക്കുറിച്ച് മനസ്സിലാക്കി. ഇന്ന് കേരളത്തിൽ അയാൾ വന്നിട്ട് തപസ്സിരിക്കുകയാണ്. എവിടെ? ദൈവത്തിൻ്റെ മുമ്പിൽ. ഈ ദൈവത്തിൻ്റെ മുമ്പിൽ തപസ്സിരിക്കുന്നതിൻ്റെ ലക്ഷ്യമെന്താ? പാവം അയാൾക്ക് മാറാൻ വേണ്ടിയാണ്. ഒരുപാട് ജനങ്ങളെ, അതായത് മനുഷ്യനെ, വർഗീയത എന്ന് പറയുന്നത് മുസ്ലിം വർഗീയത മാത്രമല്ല അദ്ദേഹം കാണിക്കുന്നത്. സവർണരെ നേരെ കൊണ്ടുവരിക, മറ്റുള്ളവരെ, അതായത് മറ്റു പിന്നോക്കക്കാരെ, നായർ, ഈഴവ, മറ്റുള്ളവരെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി ക്രിസ്ത്യ സമുദായങ്ങളെ ആരാധനകൾ അടിച്ചു തകർക്കുക. ഇതാണ് വികാരം കൊണ്ട് പറയുന്നത്. എന്താ അറിയോ? വർഗീയത കൊണ്ട് പറയുന്നു. അല്ല, നരേന്ദ്രമോദി നല്ലവനാണെങ്കിൽ ഇന്ത്യ ഭരിക്കാൻ നരേന്ദ്രമോദി വേണം ആഗ്രഹിക്കുന്നത്. ഇന്ത്യയിൽ ഭരണകർത്താവ് മനുഷ്യനായിരിക്കണം. എല്ലാവരും ഒരുപോലെ കാണുന്നൊരു മനുഷ്യനായിരിക്കണം. അതാണ് എന്നെപ്പോലുള്ള ആൾക്കാർ ഉദ്ദേശിക്കുന്നത്. അത് എവിടെ ഭരിച്ചാലും എങ്ങനെ ഭരിച്ചാലും വർഗീയത ഇല്ലാത്തൊരു ഭരണം ഉണ്ടാകും. ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതന്നെ. വരും തലമുറയ്ക്ക് പോലും ക്ഷാമം പോയത് ഈ ഒരു നരേന്ദ്രമോദി വരാൻ നമുക്ക് പറഞ്ഞില്ല. നരേന്ദ്രമോദി വർഗീയത ഏറ്റവും വലിയ, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വർഗീയവാദിയാണ് നരേന്ദ്രമോദി. അമിത്ഷാ കൃത്യമായ രീതിയിൽ ഒരു ഭരണം നടന്ന കഴിഞ്ഞ 10 കൊല്ലം. അത് നിങ്ങളെപ്പോലുള്ള നിങ്ങളെപ്പോലുള്ള BJP-ക്കാർക്ക് അതേ പറയാൻ പറ്റും. അത് പറയാൻ പറ്റുള്ളൂ. BJP-ക്കാർക്ക് മാത്രമല്ല, അതല്ല നമ്മൾ ഇവിടെ വരുമ്പോൾ നിങ്ങളെ കാണുമ്പോൾ നിങ്ങളോടെല്ലാം സൗഹൃദം എന്താ? ഇദ്ദേഹം നല്ലൊരു വ്യക്തി, നല്ല ഇവിടെ ഒരു ബോട്ട് സർവീസ് നടത്തുന്ന നല്ല സർവീസാണ്. അതല്ല പറയാം. അപ്പോൾ അത് പറയണമല്ലോ. നല്ല സർവീസ് നടത്തുന്ന എല്ലാവരും ജനങ്ങളോട് കാണുന്ന അദ്ദേഹത്തോട് നമുക്ക് താല്പര്യമുള്ള പാർട്ടിയുടെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകര് എന്തുകൊണ്ട് മാറി? ഒരു കൂട്ടം ആൾക്കാരെ മാത്രം പ്രീണനം നടത്തി ഇടതും വലതും എല്ലാം ഒരു കൂട്ടം ആൾക്കാരെ മാത്രം പ്രീണനം നടത്തി നേടിയ എന്തോ എല്ലാവരെയും ഒരുപോലെ കാണാൻ ശ്രമിക്കുന്നില്ല. ഞങ്ങളൊക്കെ എന്തുകൊണ്ട് മാറിയ മറുപക്ഷത്തേക്ക് പോയി? ഞാൻ 10 കൊല്ലം മുമ്പേ 2014 ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് വന്നപ്പോഴത്തേക്ക് എന്നെ പുച്ഛിച്ചവരുണ്ട്, പരിഹസിച്ചവരുണ്ട്. പക്ഷേ എനിക്കിപ്പോൾ നല്ല സന്തോഷമുണ്ട്. അന്ന് പുച്ഛിച്ചവരും പരിഹസിച്ചവരും ഇന്ന് എൻ്റെ കൂടെ ഉണ്ട്. ഈ 10 കൊല്ലം മുമ്പ്. എന്തുകൊണ്ടത്? മറുവശം ശരിയല്ലാത്തതുകൊണ്ടാണ്. ഒരു കൂട്ടം ആൾക്കാരെ മാത്രം പ്രീണിപ്പിച്ച് ആടിനെ പട്ടിയാക്കിക്കൊണ്ട് മുന്നോട്ട് പോയി ഈ ഒരു അവസ്ഥയിലെത്തി. അത് നിങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ ഒരു അവസ്ഥയിലെത്തി ഇദ്ദേഹത്തിൻ്റെ ഭാഗത്ത് തന്നെ പറയണം. കാരണം എന്താ അറിയോ? അതായത് ഒരു നാണയത്തിൻ്റെ 2 വശമാണ്. ആ വശത്തിൽ ഒരു വശമാണ് ഈ കേരളം ഭരിക്കുന്നത്. മനസ്സിലായി? BJP-യും കേന്ദ്രം ഭരിക്കുന്ന BJP, കേരളം ഭരിക്കുന്ന അദ്ദേഹത്തെ അവർ ജ്യേഷ്ഠന്മാർ തമ്മിലുള്ള കളിയാളിക്കും. ഇവിടെ എന്തോ നീതി ലഭിക്കാൻ, ഇവിടെ തൊഴിലാളി വർഗത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞൊരു പ്രസ്ഥാനമാണ് CPM. ആ കാലഘട്ടം കഴിഞ്ഞു പോയി. വടയും കടിഞ്ചായും വീടിയും വലിച്ചു കിടന്ന CPM ഇപ്പം ഇരിക്കുന്നത് വലിയ വലിയ കാറിനും വലിയ വലിയ സംവിധാനത്തിലാണ് അവിടെ പോക്ക്. ആ CPM-നെ കുറിച്ച് ഇദ്ദേഹം പറയാൻ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഞാനും DYFI-യുടെ കായം ടൗണിയുടെ പ്രസിഡൻ്റായിരുന്നു. ഞാൻ ദേശാഭിമാനിയുടെ ലേഖനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, DYFI ടൗണിയുടെ പ്രസിഡൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ അകത്ത് വർഗീയത ഊറ്റിയപ്പോഴാണ് നമ്മളതിനകത്ത് മാറിയത്. വർഗീയത നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു അല്ല. ഒരിക്കലും വർഗീയത താലോലിക്കാൻ നമുക്ക് കഴിയരുത്. അങ്ങനെയാണെങ്കിൽ മൂർഖർ നമ്മൾ മടി വെച്ചുകൊണ്ട് നടക്കും. ഒരിക്കലും വർഗീയതയോട് എതിർക്കുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരാണ്. അതായത് ആദർശം പറയുകയാണെങ്കിൽ ഞാൻ മുജാഹിദുകാരൻ. ആ എൻ്റെ മനുഷ്യരെ എന്നാണ് വിളിച്ചത്, പടച്ച തമ്പുരാൻ വിളിച്ചത്. ആ മനുഷ്യരെ നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ രക്തം നിങ്ങൾക്ക് ചേരും, നിങ്ങളുടെ രക്തം എനിക്ക് തരും, എൻ്റെ കിഡ്നി നിങ്ങൾക്ക് തരും. നമ്മൾ തമ്മിൽ എന്തുകൊണ്ട് ചേരുന്നില്ല എന്ന് ചോദിച്ചു. ഇന്ത്യ ഭരിക്കുന്നത് നരേന്ദ്രമോദിയാകട്ടെ അമിത്ഷാട്ടെ ആരും ആയിക്കോട്ടെ, ഇന്ത്യയിലെ ജനങ്ങളെ ഒരുപോലെ കാണുന്നു, വിവേചനമില്ലാതെ കാണുന്നു.
ഒരു നല്ല ഭരണത്തിൻ്റെ നേതാവാണെങ്കിൽ ആ നേതാവിനെ അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അല്ലാതെ BJPയുടെ നരേന്ദ്രമോദിയെ മാറ്റി ഇല്ല ഭരണം മാറ്റിയിട്ട് ഒന്നും നേടാൻ നമുക്കില്ല. നമുക്ക് വേണ്ടത് ഇന്ത്യയിലെ എല്ലാ മനുഷ്യരും ഒരുപോലെ തന്നെ കാണും.